അവളെന്ത് പറഞ്ഞു? അവൾക്ക് അളിയനിപ്പോ നാണക്കേടാണ്. നാണക്കേടാ ഇവനാ? എടി എടുത്ത് കുടിക്കടി. എനിക്ക് വേണ്ട നിങ്ങളുടെ ചായ. എടി നീ എടുത്ത് കുടിക്കത്. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്താ നിന്റെ പ്രശ്നം? നീ മോഹം വീർപ്പിച്ചിട്ടിരിക്കണ ഇവിടെ ചായ. നമുക്ക് പോവാം. വല്ലപ്പോഴും വന്ന് കയറണ കുത്തു വെച്ചെടുക്കാൻ നിന്ന് കാട്ടായം കാണുമ്പോ. എടി ഒരു ഗ്ലാസ് ചായല്ലേ? ഇതെന്താടി കൊച്ചിന്റെ മുടി കാണിച്ചു വെച്ചേക്കണ? ഇത് മൊത്തം നീ വെട്ടിക്കളഞ്ഞാ? ഇതെന്താടി കൊച്ചിന്റെ മുടി? ഇതെന്താണ് ചുണ്ടത്തൊക്കെ തേച്ച് വെച്ചേക്കണ? നിന്നോട് ഞാൻ പലതവണ പറ്റണ്ടേ കൊച്ചിനും കീറിയിലും മൊത്തമൊന്നും തേച്ച് വെച്ചേക്കണം. എന്നാലും വല്ല അസുഖം വരും. ഇതൊക്കെ എടുത്ത് ഇപ്പൊ ചായ കുടിക്കുമ്പോൾ അത് മൊത്തം അകത്തോട്ട് പോകും. അമ്മ അമ്മയുടെ കാര്യം നോക്ക്. അമ്മ എൻ്റെ മോൻ്റെ. എന്നെ ഞാൻ നോക്കിക്കോളാം കേട്ടല്ലോ. എന്നെ പോലെ എന്താടി കുഴപ്പം? ഇപ്പം ഞാൻ പറയണല്ലോ എന്താ കുഴപ്പം. നിന്നോട് ആരും വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കയറി വന്നിട്ട് എന്റെ കൊച്ചിന്റെ പുറത്തോട്ട് കയറിയേക്കരുന്ന്. നിനക്ക് ഇത്ര മനസാക്ഷി ഇല്ലാത്ത പെണ്ണാണോ നീ? കാണിക്കണ കണ്ടിട്ടാണ് ഈ കൊച്ചു വളർന്നത്. ഇത് നീ ഓർത്തിരുന്നോ? പലപ്പോഴും വീട്ടിൽ കയറി വന്നിട്ട് അവൾ വീട്ടിലുള്ളവർ കുറ്റം പറയണം. നിനക്കിപ്പോ കൃഷി ചെയ്യണം നടക്കടായല്ലേടി? ഈ കൃഷി ചെയ്ത പൈസ കൊണ്ട് തന്നെയാണ് നീ പഠിച്ചത്. ഓരോ പിള്ളേർ ഇന്റർവ്യൂ അതും ഇതെന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് അവൻ ട്രൈ ചെയ്യാനുണ്ട്. അത് കിട്ടണില്ല. വെറുതെ ഇരിക്കണമെന്നില്ല. പിന്നെ എല്ലാവരും കൂടി ഗൾഫിലോട്ടും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും IT എന്ന് പറഞ്ഞാൽ കൃഷിയും കാര്യങ്ങളും വേണ്ടേ? അതവൻ നോക്കി കിടന്ന അതിനിപ്പോ എന്താ? എനിക്കൊരു നാണക്കേടും തോന്നിയിട്ടില്ല. അവിടെ വെച്ച് എനിക്ക് മനസ്സിലായി നിന്റെ കീറി മാറിയപ്പോ പാലും പാത്രം കൊണ്ടുവന്ന് എന്റെ ഇളക്കണമെന്ന്. ഇതൊക്കെ പിറ്റും പിരിച്ചുണ്ടാക്കി കോഴി വളർത്തി മുട്ട വളർത്തിയൊക്കെ എഴുതി നിന്നെയൊക്കെ പോറ്റിക്കൊണ്ട് വന്നത്. ഒരു കെട്ടിയാനും കിട്ടിയപ്പോൾ അവർക്ക് അമ്മക്കും ആങ്ങളക്കും ഇല്ലാത്ത കുറവ്. ഞാൻ അമ്മേലെന്ന് പറഞ്ഞില്ല, അത് തന്നെ ഭാഗ്യം. തൊലി വെളുത്തവരല്ലേ കണ്ണി പിടിക്കുള്ളൂ. ഞാൻ കാണുന്നുണ്ട് നിന്റെ കാപ്രായങ്ങളെല്ലാം. കുറെ ബ്യൂട്ടി പാർലർ, കുറെ ചന്തം ഉണ്ടാക്കലും. ആ ചെറുക്കൻ കിടന്ന് കഷ്ടപ്പെടുന്ന പൈസ അല്ലേ അടി പൊളിച്ചു വിളിക്കണത് നീ? അവങ്ങനെ പെങ്ങളെന്തേലും പറഞ്ഞാൽ ആങ്ങളൊക്കെ ഉണ്ണിച്ച് കയറും. നീ കേൾക്കണേന്നല്ല, നിനക്കിത് കിട്ടണം. ആരാണ് നീ നോക്കി പിടിപ്പിക്കണത്? ഒരുപാടൊന്നും നികളിക്കണ്ട. നീ ഗൾഫിൽ പോയത് 2.5 മാസം എങ്ങനെ പോയി കിടന്നേന്ന് ഓർത്താ? എന്റെ മോൻ ഇവിടെ അടിച്ചു കൊടുത്ത കാശ് കൊണ്ട് ആ സമയം നിന്റെ കെട്ടിയാൻ ജോലിയില്ല. നീ അറിഞ്ഞായിരുന്നു അത്? അവനിങ്ങോട്ടാ വിളിച്ചത് അവന് ജോലി കഷ്ടപ്പെട്ടപ്പ. നീ അറിഞ്ഞാലേ അത്? 2.5 മാസം എന്നെ കൊണ്ടോ നിങ്ങൾക്ക് അവിടെ മറ്റവളുണ്ടോ മറിച്ചവളുണ്ടോ? നീ എന്തൊക്കെ പുകലാണ് ഈ ചെറുക്കനെ നീ കാണിച്ചത്? അവിടെ ഒടുക്കത്ത സംശയം തലോട്ട് ചൂട്ടിങ്ങനെ അല്ലാണ്ടാണ് കരഞ്ഞു പിടിച്ച് വിളിച്ച് അമ്മ എന്റെ ജോലി പോയിരിക്കണേണ്, എനിക്ക് അവളെ കൊണ്ടുപോകാൻ പറ്റാത്ത അതാണെന്ന്. ഇവിടെ നിന്റെ ആങ്ങളെ പൈസ ഇട്ട് കൊടുത്താണ് നീ പോയി 2.5 മാസം അവിടെ കിടന്ന് സൂചിച്ചത്. നീ അറിഞ്ഞായത്? നിനക്ക് കണക്കില്ലല്ലോ. നീ ചെയ്യണേനൊന്നും നിനക്ക് കണക്കില്ല. ആ ചെറുക്കൻ അവിടെ പോയി കിടക്കണം. നീ ഒരു സമാധാനം അവന് കൊടുക്കാണ്ട. അത് വേണം ഇത് വേണം. അത് സംശയം. നീ വിളിക്കുമ്പോൾ അവന് കൊടുക്കാൻ പറ്റില്ല. എന്നാണ് നിനക്ക് എന്നോട് സംശയം? നിന്റെ സ്വഭാവം നിർത്തിക്കോ. നീ ഇവിടെ തല്ലണ്ട വിഷയിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് നീ കാണിക്കണ കൊടുത്തേക്കാണ് മൊത്തം അവൻ ഇങ്ങനെ വിളിക്കും. ഇവരാണ് പറയണത് പോട്ടെ 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 എന്ന്. നാളെ നേരം നിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവൻ. എന്താണ് മോളെ നീ ഇങ്ങനെ? നിന്റെ പെറ്റ വയറല്ലേ ഞാൻ? നിന്റെ കൂടപ്പുറപ്പല്ലേ ഡി? നിനക്ക് നീ എന്തിനാണ് അവനെ വിഷമിപ്പിക്കണേ ഇങ്ങനെ? നീ എന്തിനാ? ഞാൻ വരുമ്പോ 2 കൂടെ അകത്ത് നിന്ന് കെട്ടിപ്പിടിച്ച് കാരായിട്ടുണ്ട്. അവനുള്ള ഒരു സ്നേഹം നിനക്ക് ഉണ്ടോടി അവനോട്? എടി എന്താടി ഈ 10-26 വയസ്സുള്ള ചെറുക്കൻ ഇതിൽ കൂടി നിനക്ക് എന്നാടി ചെയ്തു തരണ്ടേ? അവന്റെ 20 വയസ്സുള്ള സമയത്തിലാണ് നിന്റെ കല്യാണം നടന്നത്. 9ാം ക്ലാസ് പഠിക്കുമ്പോ ഒരു പത്രം ഇടാൻ അത് ഇരുന്ന് ചെറുക്കൻ ഓടി നടന്ന് പഠിക്കണതാ ചെയ്യണതാ. എന്റെ കോഴിക്കടയിൽ പോയി കുറച്ച് നാളത് പലചരക്കടയിൽ പോയി നിന്ന് ക്ലാസ്സിൽ പോണ സമയത്ത് കണ്ണിക്കണ്ട പാട്ടയും ജോലി വന്ന് കുറെ ചെടിയും കൃഷിയും പശുവും അതും ഇതെന്നൊക്കെ പറഞ്ഞ് അതിന് പയർ കൊണ്ട് പറ്റണ എല്ലാം ചെയ്യണുണ്ടത്. നീ നാളെ ഇതുവരെ ഒരു പശുവിന് ഒരു പുല്ല് വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടാടി. അവനെ കൊണക്ക് പറയണവള് നിന്റെ കെട്ടിയതിന് വന്നേ നിനക്കറിയപ്പോ കഴിഞ്ഞ തല ഇറങ്ങിയത് 1.5 മാസമായിട്ട് ചെക്കപ്പ് അത് ഇതെന്ന് പറഞ്ഞ് ഞങ്ങൾ കിടന്ന് ആശുപത്രി കയറി ഇറക്കി നടക്കുക. എന്തോ കുഴപ്പമുണ്ട്, എന്തോ സർജറി വേണം. ഈ ചെറുക്കനാളി വരെ എന്നോട് ഒരു കാര്യം വിട്ടു പറയണില്ല. ഞാനാ പറഞ്ഞ എനിക്ക് അവളൊന്നും കാണുന്നത് ഇവിടെ കൊണ്ടുവന്ന് അതിലാണ് ഈ ലീവ് പിടിച്ച് അതിങ്ങോട്ട് വന്നത്. നീ വല്ല അറിഞ്ഞായിരുന്നു? എന്നോട് പറഞ്ഞില്ലമ്മ. ചേട്ടനാ അമ്മയ്ക്ക് വയ്യാന്ന് എന്നോട് പറയുന്നു. ഇത് അറിഞ്ഞപ്പോ തൊട്ട് ഞാൻ പറയണം അവനോന്ന് വിളിച്ച് പറയണം. അവൾ ഓടി വരുവാണ്. അപ്പൊ പറ്റത്തെ എന്താണെന്നറിയോ? ഇതൊന്നും കേട്ടാ നിറ്റ മണ്ട നിലക്ക് മനസ്സിലാവില്ല. അവളവിടെ നിന്ന് വല്ല ആദ്യം പിടിച്ച് ചാകുന്നു. അതിട്ട് അവളാണ് എന്നോട് വന്നിപ്പോ തല്ലി പിടിക്കണ. എന്നിട്ട് കെട്ടിയാലും ഒരു ദിവസം 3 പ്രാവശ്യം കാണി വിളിക്കും. ഞാൻ അവനാളാ നില്ലാണ് പറ്റുന്നത് എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കണേണ്. ഇത്രയും നല്ലൊരു കട്ടിയാനെ കിട്ടുന്ന എനിക്ക് കുടുംബത്തിൽ കയറി വരാൻ തോന്നലല്ലോ. പക്ഷേ ഇനി ചാവോ ജീവിച്ച് എനിക്ക് തോന്നുന്നു എനിക്കറിഞ്ഞൂടാ. എന്താണ് സർജറി എന്നൊക്കെ ഇവര് പറയുന്നുണ്ട്. കേളത്ര നാളെ നിന്റെ കൂടെ ഇരിക്കാനൊരു കൊതി, എന്റെ കൊച്ചിനെ കാണാനും കൂടി കൊതിയായിട്ടാണ് അതിനാണ് അവൻ ഓടി വന്നത്. നിർത്തിക്കേ
കരയണ്ടേ കരയല്ലേ കരയല്ലേ അമ്മ കരയാൻ വേണ്ടി പറഞ്ഞല്ല. അമ്മ ഇതാണ് ഇവള്, ഇത്രേ ഉള്ളു ഇവള്. ഈ കാണിക്കുന്നത് വെറും ചാടയാണ്. അമ്മയ്ക്ക് നിന്ന് ആശുപത്രി പോണ്ടേ? അതൊക്കെ ശരിയാക്കിയിട്ടുണ്ടല്ല കാര്യം. കുറച്ച് ദിവസം എൻ്റെ കൂടെ നിൽക്കാമോ നിനക്ക്? എനിക്ക് എൻ്റെ പഴയ മോളെ മതി. ഇത്രയും നല്ലൊരു കെട്ടിയാലും നിനക്ക് കിട്ടിയില്ലടി. ഓരോരുത്തന്മാരും പെണ്ണുമ്പള വീട്ടിലോട്ട് വിടണില്ല. ഇത് വിടുമ്പോൾ നിനക്കത് പറ്റണില്ല ഇങ്ങോട്ട് വരാനായിട്ട്. നിർത്ത് ഇനി കരച്ചിലും പിടിച്ചിലൊന്നും വേണ്ട. എത്ര നാള് കൂടിയിട്ടാന്നറിയ വീട്ടിലേക്ക് കയറി വന്നാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ സ്വർഗം കെട്ടിയ പോലെയാ. അളിയാ ഈ പ്രാവശ്യം നമുക്ക് വെറൈറ്റി ആയിട്ട് എവിടെ പിടിക്കാം? ഈ പ്രാവശ്യം നമ്മൾ ഒരു ഊട്ടിയില്ല കൊടൈക്കനാലില്ല, നമ്മൾ ഇവിടെ കൂടും. വെച്ചാൽ നമ്മൾ നമ്മുടെ പുഴയ്ക്ക് പോകും. നല്ല മീനൊക്കെ പിടിച്ച് ഇങ്ങനെ വരഞ്ഞ് നല്ല കനലിലൊക്കെ ചുട്ടെടുത്ത് കപ്പയൊക്കെ കൂട്ടി അടിക്കുന്ന കാര്യം ആലോചിക്കേ. ഏത് കൊടൈക്കനാലും ഊട്ടിയിലും കിട്ടുകയും സുഖം. നിനക്കറിയാവുന്നല്ലേ, നമ്മൾ പോകാറില്ലല്ലോ സ്ഥിരം. പിന്നെ എന്റെ അളി എന്റെ കിളി പോണു കുതിയായിട്ട് വയ്യ. പിന്നെ നമുക്ക് നമ്മുടെ നാടനിറക്കാം. വെള്ളത്തിൽ നിന്ന് 2 എണ്ണം കഴിച്ചു കഴിഞ്ഞുള്ള അവസ്ഥ ആലോചിക്കേ. എന്റെ പൊന്നളിയാ ഇവിടെ നാട്ടിൽ നിന്ന് പോകുന്നോന്നല്ല. ചേട്ടായി എത്ര EMI? കാറ്, വീട്, ഇങ്ങനെന്തെങ്കിലും ബാക്കിയുണ്ടോ? അളിയ പ്രവാസി ഒന്നും അവിടെ തന്നെ കിടക്കും. നീ മേടിക്കണ്ടേ, ഞാനെന്തായാലും പോകും. നമ്മുടെ കടങ്ങളൊക്കെ തീരും, ഞാനും നാട്ടിലേക്ക് വരും. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ അളിയനും നമ്മുടെ ചോട്ടും കൂടി ഒരു പെടയാണ് പടയ്ക്കാണ്. എൻ്റെ ദൈവമേ, ആ ഒരു സ്വപ്നം അത് കണ്ടിട്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.